ആരോ ധൃതി കൂട്ടിയിട്ടാ ഇതെല്ലാം സംഭവിച്ചത്. അച്ഛൻ എന്തിനാ എന്നെ സംശയത്തോടെ ഇങ്ങനെ നോക്കുന്നത്? നിനക്കായിരുന്നല്ലോ ഗിരി അറസ്റ്റ് ചെയ്യാൻ വലിയ ധൃതി. എന്ന് കരുതി അച്ഛൻ ഉണ്ടാക്കുന്ന പ്ലാനിനെ മറികടന്ന് ഞാൻ ഒന്നും ചെയ്യാറില്ല. ഓ, ഞാൻ ഗിരിയേട്ടന്റെ സഹോദരി ആയതുകൊണ്ട് എന്നെ സംശയിക്കാലോ അല്ലേ? ഗിരിയേട്ടൻ ഒളിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് പോലീസിന് എങ്ങനെയാ മനസ്സിലായത്? അനിത പറഞ്ഞു കൊടുത്തിട്ട്. പക്ഷെ ഗിരിയേട്ടൻ ഗസ്റ്റ് ഹൗസിലായിരുന്നു എന്ന് അനിതയ്ക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ ഇവിടെയുള്ള ആരോ അനിതയ്ക്ക് ഗിരിയേട്ടൻ താമസിക്കുന്ന അഡ്രസ് അയച്ചു കൊടുത്തു. അതാരാണെന്ന് കണ്ടുപിടിച്ച ഒറ്റിയതാരാണെന്ന് മനസ്സിലാവും. ദാ എന്റെ ഫോൺ ചെക്ക് ചെയ്തു. എന്റെ ഫോൺ നോക്കിക്കോ. ഇതിലെന്താ അനിതയ്ക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്? അത് അച്ഛാ എനിക്ക് ഓർമ്മയില്ല. അത് സാരമല്ല, ഞാൻ അനിത വിളിച്ചു ചോദിച്ചോളാം. ഹലോ. അറിഞ്ഞു. അതെ, ഗിരി ഒളിച്ച് താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ആരാ പറഞ്ഞു തന്നെ? ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. കൂടെ നിന്ന് ചതിക്കുന്നോടി. നിന്റെ ഫോണിൽ നിന്ന് ചെന്ന മെസ്സേജ് പ്രകാരം അനിത അവിടെ റെയ്ഡ് നടത്തിയത്. എനിക്കൊന്നും അറിയില്ല അച്ഛാ, എല്ലാം ഇവളുടെ കളിയാ. ഞാൻ എന്തെയ്തെന്നാ നിന്നെ ഞാനല്ലോ. മതി, നിർത്തും, മാറണം. ദേ, നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കമ്മീഷണർ വിളിക്കുന്നുണ്ട്. ഹലോ മേഡം. കുറച്ചു നേരം മുമ്പ് ഗിരിശങ്കർ എന്ന കുറ്റവാളിയെ തന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു.